എൻ്റെ എത്രയും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയുണ്ടായി. അതിനു മുൻപ് എന്നെ മഥിച്ചത് നമ്മുടെ കേരളത്തിലുണ്ടായ റോഡ് അപകടങ്ങളാണ്. എല്ലാ ദിവസവും പത്രം തുറക്കുമ്പോൾ അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലുകൾ തുറക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് മൾട്ടിപ്പിൾ ആക്സിഡൻസ് ആണ്. വളരെ വൃത്തിയായ കൃത്യമായ മാർക്കിങ്ങോടുകൂടിയ കൃത്യമായ നിർത്തേണ്ട സിഗ്നലുകളോട് കൂടിയ റോഡുണ്ടായിട്ടും ഏറ്റവും പുതിയ രീതിയിലുള്ള വാഹനങ്ങൾ ഉണ്ടായിട്ടും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ എടുത്ത് പാസ്സായി ലൈസൻസ് കൊടുക്കുക ഉണ്ടായിട്ടും എന്തുകൊണ്ട് നാം കൂട്ടിയിടിക്കുന്നു, എന്തുകൊണ്ട് നാം മരണപ്പെടുന്നു? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. കാരണം ബുദ്ധിയില്ലാത്തവരോ ബോധമില്ലാത്തവരോ അല്ല ഈ വണ്ടി ഓടിക്കുന്നത്. നിമിഷ നേരങ്ങൾക്കുള്ളിൽ ആ ജീവിതം പൊലിഞ്ഞു പോവുകയാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? അത് ഓർത്തുകൊണ്ട് ഞാൻ ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തിയപ്പോൾ ഇന്നലെ വളരെ തെളിഞ്ഞ ഒരു സന്ധ്യയായിരുന്നു. ആ നിശീഥിനിയിൽ എനിക്ക് കോടാനുകോടി നക്ഷത്രങ്ങളെ കാണുവാൻ സാധിച്ചു. ഞാൻ ഓർത്തു, ഈ ചെറിയ റോഡിൽ ഇത്രമാത്രം അപകടം ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായും ഈ പ്രപഞ്ചത്തിൽ എൻ്റെ കണ്ണുകൾക്ക് മുകളിൽ ഓരോ നിമിഷങ്ങളിലും ഓരോ നിമിഷാർത്ഥങ്ങളിലും ഈ ഗ്രഹങ്ങൾ കൂട്ടിയിടിക്കണമല്ലോ. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അതൊരു 3 ഡയമെൻഷണൽ സ്പേസിലാണെന്ന് നോക്കണം. നമ്മൾ വെറും 2 ഡയമെൻഷനിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന. റോഡിൽ കൂടെ ഒരു പ്ലെയിനിൽ കൂടെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അത് വളരെ എളുപ്പമാണ് കൺട്രോൾ ചെയ്യാൻ. മറ്റേത് 3 ഡയമെൻഷനാണുള്ളത്: നീളം, വീതി, ഉയരം. അപ്പം അതിനകത്ത് ഏത് തരത്തിൽ തെറ്റുകൾ വരുത്തിയാലും ഇത് തമ്മിൽ കൂട്ടിയിടിക്കാം. അതുമല്ല, ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതും അത് ഈ സൂര്യന് ചുറ്റും കറങ്ങുന്നതും അതിവേഗത്തിലാണ്. 10,000 കിലോമീറ്ററുകൾ സെക്കൻഡിലാണ് കറങ്ങുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് ഇവ കൂട്ടിയിടിക്കുന്നില്ല? അതൊരു വലിയ ചോദ്യമല്ലേ. എനിക്ക് ഒരിക്കൽ വാഷിംഗ്ടണിൽ പോയപ്പോൾ അവിടെയുള്ള ഒരു ഐമാക്സ് തിയേറ്ററിൽ ഹബിൾ ടെലിസ്കോപ്പ് കാണുവാനുള്ളൊരു അവസരമുണ്ടായി. ഹബിൾ ടെലിസ്കോപ്പിന്റെ ഒരു ചെറിയ മൂവി കാണുവാനുള്ള അവസരമുണ്ടായി. അത് വളരെ എഫക്റ്റീവായിട്ട് ആ ടെലിസ്കോപ്പിൽ എന്ത് കാണുന്നോ അത് കാണിക്കുകയായിരുന്നു. സിനിമ അങ്ങോട്ട് തുടങ്ങി. അന്നേരം മുതൽ ഞാൻ കരയാൻ തുടങ്ങി. എനിക്കറിയില്ല, എനിക്ക് എൻ്റെ കണ്ണുകളെ പിടിച്ചു നിർത്താൻ ഒക്കുന്നില്ല. ധാരാധാരയായി അശ്രുകണങ്ങൾ എൻ്റെ കണ്ണിൽ നിന്നും താഴേക്ക് വീഴുകയാണ്. കാരണം ഈ മഹോന്നതനെയാണല്ലോ ഞാനും നിങ്ങളും സ്നേഹിക്കുന്നത്. കോടാനുകോടി ഗ്രഹങ്ങളുള്ള ഈ പ്രപഞ്ചത്തെ യാതൊരു അപകടവുമില്ലാതെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടുന്നത് പോലെ കാത്തു സൂക്ഷിക്കുന്ന ആ പൊന്നു തമ്പുരാനെ, ആ പരമപിതാവിനെയാണ് നിങ്ങളും ഞാനും അബ്ബ എന്ന് വിളിക്കുന്നത്. ഇതിന് വലിയ ഭാഗ്യം എന്തുണ്ട്? നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അവിടുന്ന് ഞങ്ങളുടെ എല്ലാമാണ്. അങ്ങയുടെ ശക്തി ഞങ്ങൾ ഇന്നുവരെയും നോക്കി കണ്ടിട്ട് പോലുമില്ല. അത്ര വലിയ മഹോന്നതനെ ഞങ്ങളുടെ സ്വർഗീയ പിതാവായിട്ട് ഞങ്ങൾക്ക് കിട്ടിയതിൽ ഞങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. ഞങ്ങളെ കാക്കണമേ, അവിടുത്തെ കൃപയിൽ ഞങ്ങളെ നടത്തണമേ. ഇനിയൊരു എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് വരെ നിങ്ങളുടെ ബ്രദർ രഞ്ജി മാത്യു സൈനിങ് ഔട്ട്. God be with you.